الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم ومن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതി സ്വന്തമാക്കാൻ അല്ലാഹുവിന്റെ അന്ത്യദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതചര്യകൾ അനുധാവനം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതി സ്വന്തമാക്കാൻ, സർവോപരി പരലോകത്ത് അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ, സ്വർഗം സ്വന്തമാക്കാൻ നിരന്തരമായ ശ്രമങ്ങളിൽ ഏർപ്പെടണമെന്ന് എൻ്റെ സഹോദരന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഭൂമി അല്ലാഹുവിന്റെ സ്വന്തം ഭൂമി, അതിലുപരിയായി നമ്മൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ അഹങ്കാരത്തോടെ പറയുന്ന ഒരു പേരാണ് ദൈവത്തിന്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്ന്. അങ്ങനെ പറയാൻ മറ്റ് നാടുകളെ അപേക്ഷിച്ച് നമ്മുടെ നാടിന് അല്ലാഹു നൽകിയ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കണക്കിലെടുത്താവണം. നമ്മുടെ കാലാവസ്ഥ, മിതമായ തോതിലുള്ള മഴ, സമശീതോഷ്ണാവസ്ഥ, സമമായ നിലയിൽ ശൈത്യവും ഉഷ്ണവും ഒക്കെ കിട്ടുന്ന അനുകൂലമായ കാലാവസ്ഥ, അതേപോലെ തന്നെ ഹരിതാഭമായ നമ്മുടെ പ്രകൃതി, ആവശ്യാനുസരണമുള്ള ജലാശയങ്ങൾ, അതേപോലെ കുന്നിൻ പ്രദേശങ്ങൾ, ഇതെല്ലാം ഉൾപ്പെട്ട വളരെ മനോഹരമായ ഒരു ഭൂപ്രകൃതിയാണ് നമ്മുടെ നാടിന് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അടുത്ത സമയത്തായി ഈ സമശീതോഷ്ണാവസ്ഥയും കൃത്യമായ തോതിലുള്ള മഴയും ഈ ഒരു ക്രമമെല്ലാം തെറ്റിക്കൊണ്ട് നമ്മുടെ അന്തരീക്ഷമാകെ മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഴയുടെ സമയത്ത് മഴ ലഭിക്കാതാവുക, മഴ ലഭിക്കുമ്പോൾ അമിതമായ തോതിൽ മഴ ലഭിക്കുക, അതല്ലെങ്കിൽ ചൂട്, അത്യുഷ്ണം അനുഭവപ്പെടുക, മേഘവിസ്ഫോടനം ഉണ്ടാവുക, മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാവുക,
മഴയെ കണക്കിലെടുത്ത് നമുക്ക് പ്രത്യേക അടയാളപ്പെടുത്തൽ ഓറഞ്ച് എന്നും റെഡ് എന്നും യെല്ലോ എന്നും ഒക്കെ അലർട്ടുകൾ പ്രഖ്യാപിക്കുക. അതേപോലെ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു, അതുകൊണ്ട് നമ്മൾ സുരക്ഷാ മുൻകരുതലുകൾ കൈക്കൊള്ളണം. വമ്പിച്ച സുനാമി മുന്നറിയിപ്പുകൾ, കൊടുങ്കാറ്റിന്റെ മുന്നറിയിപ്പുകൾ, ഇതൊക്കെ അടുത്ത കാലത്തായി വളരെയധികം വർദ്ധിച്ചു വന്നിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും നമ്മൾ അനുഭവിക്കുന്ന കാലാവസ്ഥാ പ്രകൃതി ദുരന്തങ്ങളും ഇതൊക്കെ നമ്മൾ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിർഭയമായി വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുന്ന അനുകൂലമായ അന്തരീക്ഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലും ആ അനുഗ്രഹങ്ങളെ അള്ളാഹു എടുത്തോതുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൻ നബഅ ശ്രദ്ധേയമായ ചില ഭാഗങ്ങൾ ഇങ്ങനെ കാണാം. അലം നജഅലിൽ അർള മിഹാദ, ഭൂമിയെ നാം നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നില്ലേ? ഒരു തൊട്ടിൽ പോലെ ഒരു കുഞ്ഞിന് തന്റെ പൂർണ്ണമായ സുരക്ഷിതത്വം നൽകുന്ന ഒരു തൊട്ടിൽ എങ്ങനെയാണോ ആ കുട്ടിയോട് വർത്തിക്കുന്നത്, അതുപോലെ ഒരു മാതാവിന്റെ മടിത്തട്ടിൽ, ഭൂമിയാകുന്ന മാതാവിന്റെ മടിത്തട്ടിൽ മനുഷ്യന് അവന് വാസ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടില്ലയോ? വൽ ജിബാല ഔതാദ, അതേപോലെ തന്നെ പർവ്വതങ്ങളെ ആണികളാക്കി വെച്ച് ഈ ഭൂമിയെ സന്തുലിതമാക്കി നിർത്തിയില്ലയോ? വഖലഖനാകും അസ്വാജ, നിങ്ങൾക്ക് നാം ഇണകളെ നിശ്ചയിച്ചു തന്ന് ആ ഇണകളിലൂടെ പരസ്പരം ആണും പെണ്ണും കുടുംബജീവിതം നയിക്കുന്നതിലൂടെ സമാധാനപൂർണമായ ഒരു ജീവിതം അവർക്ക് സാധ്യമാകുന്നില്ലയോ? വജഅൽനാ നൗമക്കും സുബാത്ത, നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമവേളയാക്കി നിങ്ങളുടെ ആരോഗ്യത്തെ സന്തുലിതപ്പെടുത്താനും ക്രമപ്പെടുത്താനും നാം സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ലയോ? വജഅൽനൽ ലൈല ലിബാസ, രാത്രിയെ അവർക്ക് വസ്ത്രമാക്കി പുതപ്പാക്കി തന്നുകൊണ്ട് അവർക്ക് സ്വകാര്യതകൾ പങ്കുവെക്കാനുള്ള വേളയാക്കി തന്നിട്ടില്ലയോ? വജഅൽനൻ നഹാറ മആഷ, എന്നും മൂടിപ്പുതച്ചുറങ്ങാതെ മനുഷ്യന് ജീവിത സന്ധാരണത്തിന് വേണ്ടി അവന്റെ ഉപജീവനത്തിന്റെ മാർഗങ്ങളിൽ അധ്വാനിക്കുന്നതിന് വേണ്ടി പകലിനെ അവൻ അധ്വാനത്തിന്റെ വേളയാക്കി തന്നില്ലയോ? വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദ, നിങ്ങൾക്കുമേൽ വളരെ സുദൃഢമായ 7 വാനങ്ങൾ, ആകാശ ലോകങ്ങളെ നാം പടുത്തുയർത്തിയില്ലയോ? വജഅൽനാ സിറാജൻ വഹാജ, പ്രകാശമായി കത്തിജ്വലിക്കുന്ന സൂര്യവിളക്കിനെ പകൽ വെളിച്ചമായി അല്ലാഹു നൽകിയില്ലയോ? വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജ, കുത്തിച്ചെരിയുന്ന യഥേഷ്ടം മഴ അല്ലാഹു മേഘപാളികളിൽ നിന്ന് നിങ്ങൾക്ക് വർഷിപ്പിച്ചു തന്നില്ലയോ എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ അനുഗ്രഹങ്ങളെ തന്നെ ഇപ്പോൾ നമുക്കത് വലിയ പ്രയാസങ്ങളായി മാറിയിട്ടുള്ള അവസ്ഥകളെ നമുക്ക് കാണാൻ കഴിയും. ഭൂമി മനുഷ്യന് വാസയോഗ്യമല്ലാത്ത നിലയിൽ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പർവ്വതങ്ങളെ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണികളാക്കി നൽകിയിട്ടുള്ള ഈ പർവ്വതങ്ങളെ മനുഷ്യൻ ഇടിച്ചു നിരത്തുന്നതിലൂടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. ഇണകളെ നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന നിലയിലാക്കി തന്നിട്ടുണ്ടെങ്കിൽ കുടുംബ ജീവിത വ്യവസ്ഥയെ തകിടം മറിച്ചുകൊണ്ട് മനുഷ്യൻ കണ്ടവരോടൊക്കെ ഇണചേരാനും സ്വതന്ത്ര ലൈംഗികതയും ഒക്കെ തന്നെ സിദ്ധാന്തമായി വികസിപ്പിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലൂടെ അവിടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ രാത്രിയിൽ സ്വസ്ഥമായി സ്വച്ഛന്തമായി കിടന്നുറങ്ങാൻ കഴിയാത്ത വിധത്തിൽ അക്രമികളെയും കൊള്ളക്കാരെയും കലാപകാരികളെയും അതുപോലെ മദ്യപാനികൾ സ്വസ്ഥത കെടുത്തുന്ന മദ്യപാനികളെയും ഒക്കെ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് ജീവിതത്തിന് സ്വച്ഛന്തമായി കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടായിത്തീരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മനുഷ്യന് അവന്റെ സൂര്യനിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം, അതിനെ വളരെ മാരകമായ അൾട്രാവയലറ്റ് രശ്മികൾ കൊണ്ട് മനുഷ്യന് പൊറുതിമുട്ടുന്ന അവസ്ഥയുണ്ടായിത്തീരുന്നു. ഓസോൺ പാളികളിൽ വിള്ളൽ വീഴ്ത്തുന്ന അവസ്ഥയുണ്ടായിത്തീരുന്നുണ്ട്. മഴ മനുഷ്യന് യഥേഷ്ടം ലഭിക്കുന്ന അവന് സസ്യലതാദികളെ ഉത്പാദിപ്പിക്കുന്ന
ഉൽപ്പാദിപ്പിക്കുന്ന, കൃഷി നടത്താൻ പറ്റുന്ന, അവന് കുടിവെള്ളം കിട്ടുന്ന, അവന്റെ ജീവിതം സന്തോഷകരമാക്കി തീർക്കുന്ന മഴ, അതൊക്കെ തന്നെ ഇന്ന് അവന്റെ നാശഹേതുവായി മാറിയിരിക്കുന്നു. ആകെ മനുഷ്യൻ അല്ലാഹു അനുഗ്രഹമായി നൽകിയിട്ടുള്ള ജീവിതത്തിന്റെ ഉപാധികളെ മനുഷ്യൻ തന്നെ അതിനെ മാറ്റിമറിച്ച് അതിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അവന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. മനുഷ്യന്റെ ആർത്തിയും അഹങ്കാരവും പൊങ്ങച്ചവും ദുരയും മനുഷ്യനെ ചൂഷണം ചെയ്യാനുള്ള അവന്റെ താല്പര്യവും ഇതൊക്കെ വെച്ചിട്ട് പ്രകൃതിയുടെ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനിവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി തീരുകയാണ്. നമുക്ക് ഭൂമിയിൽ അവകാശമുള്ളതുപോലെ തന്നെ മറ്റുള്ള മനുഷ്യർക്കും അവകാശമുണ്ട്. എനിക്കെങ്ങനെയും ജീവിച്ചാൽ മതി. എന്റെ കുടുംബം, എന്റെ വീട്, എന്റെ പാർപ്പിടം, എന്റെ കൊട്ടാരം, എന്റെ വ്യവസായ സ്ഥാപനം, എന്റെ ഫാക്ടറി അത് കെട്ടിപ്പൊക്കിയാൽ മതി. എന്റെ അഭിവൃദ്ധിയാണ് ഏറ്റവും വലുത്. മറ്റുള്ളവന് അതിലൂടെ ഉണ്ടായിത്തീരുന്ന ദ്രോഹങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അവന്റെ കുടിവെള്ളം നഷ്ടപ്പെടുന്നതോ, കുടിവെള്ളത്തിൽ വിഷം ചേരുന്നതോ, അന്തരീക്ഷ വായു മലിനീകരണം ഉണ്ടാകുന്നതോ, അതല്ലെങ്കിൽ മലകൾ ഇടിച്ചു നിരത്തുന്നതിലൂടെ മറ്റുള്ളവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളോ, ഇതൊന്നും കണക്കിലെടുക്കാതെ മനുഷ്യൻ ക്രമം വിട്ട, മര്യാദ വിട്ട വികസന പ്രവർത്തനങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. എനിക്ക് മാത്രമല്ല എന്റെ വരും തലമുറയ്ക്കും ഇവിടെ ജീവിക്കണം എന്ന ചിന്ത അവന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെ മനുഷ്യൻ അവന്റെ ആർത്തി പൂണ്ട അവസ്ഥയിൽ പ്രകൃതിയെ അന്യായമായി, അക്രമപരമായി ചൂഷണം ചെയ്യുന്ന അവസ്ഥയുണ്ടായിത്തീരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പർവ്വതങ്ങളെ, മലനിരകളെ അല്ലാഹു അബദ്ധത്തിൽ അങ്ങനെ ഉയർത്തി നിർത്തിയിരിക്കുന്നതല്ല. അതിനെ അല്ലാഹു ഭൂമിക്ക് ആണികളാക്കി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഈ ഭൂമിക്ക് സന്തുലിതാവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നതിന് ആണികളെ നിശ്ചയിക്കുമ്പോൾ മുകളിലേക്ക് പർവ്വതങ്ങൾ എത്രയുണ്ടോ അത്രത്തോളം ഉള്ളിലേക്കും ഉണ്ടെന്ന് നമുക്ക് ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സന്തുലിതാവസ്ഥ അതിലൂടെയാണ് നിലനിൽക്കുന്നത്. ഇതൊക്കെ ഭൂമിക്ക് അഭംഗിയായി തോന്നിയിട്ട് മനുഷ്യൻ അതിനെയൊക്കെ ഇടിച്ചു നിരത്തുകയാണ്. ഇടിച്ചു നിരത്തുന്നതിലൂടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിത്തീരുന്നു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും. നിങ്ങൾ ഭൂമിയെ സംരക്ഷിക്കണം, അത് നിങ്ങളുടെ മാതാവാണ്. ഭൂമി മാതാവാണെന്ന് പറയുമ്പോൾ ഭൂമിയിലെ മണ്ണ് കൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മൾ മണ്ണിന്റെ സൃഷ്ടികളാണ്, ഭൂമിയുടെ സൃഷ്ടികളാണ്. ഇത് മാതാവിനെ പോലെ നമ്മൾ ഈ ഭൂമിയെ നോക്കി നടത്തണം എന്ന് സാരം. ഈ ഭൂമുഖത്ത് നിങ്ങൾ ഒരു നന്മയോ തിന്മയോ ആകട്ടെ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏത് കാര്യവും ഈ ഭൂമി അതിനെ അത് വിളിച്ചു പറയാതിരിക്കുകയില്ല. ഭൂമി വളരെ വളരെ നിർജീവമായ നിലയിൽ, നിശബ്ദമായ നിലയിൽ, ഒരു മൃതപ്രായമായ നിലയിൽ കിടക്കുകയാണെന്ന് നമുക്ക് തോന്നണ്ട. ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനും അക്കാര്യം സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. അല്ലാഹു തആല പറയുന്ന മറ്റൊരു വചനമുണ്ട്, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമി, നിങ്ങൾ ഒരിക്കലും ആ ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്. ബഅദ ഇസ്ലാഹിഹാ, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഏറ്റവും അനുയോജ്യമായ നിലയിൽ അതിനെ സംസ്കരിച്ചതിന് ശേഷം നിങ്ങളായിട്ട് അതിന്റെ താളം തെറ്റിച്ചു കളയരുത് എന്നാണ്. പ്രകൃതി സുൽഹുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ താളലയം സാധ്യമാക്കുക എന്നാണ്. ഭൂമിക്കൊരു താളമുണ്ട്, ആ താളക്രമം പടച്ചവൻ ഏർപ്പെടുത്തിയതാണ്. അതിനെ നിങ്ങളായിട്ട് മാറ്റിമറിക്കരുത് എന്നാണ് അതിന്റെ താല്പര്യം. ഇമാം ലഹാഖ് പറയുന്നത് കാണാം, ലാ തഗൂറുൽ മാഅൽ മഈൻ, നിങ്ങൾ ഒരിക്കലും അരുവികളെ നിങ്ങൾ വറ്റിച്ചു കളയരുത്. നിങ്ങൾ ഫലം കായ്ക്കുന്ന മരങ്ങളെ നിങ്ങൾ ഒരിക്കലും വെട്ടിമുറിക്കരുത് എന്നൊക്കെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ കഴിയും. അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ ഏർപ്പെടുത്തി തന്നിട്ടുള്ള ഈ സംവിധാനങ്ങളെ മുഴുവനും മാറ്റിമറിക്കുന്നതിലൂടെയാണ് നമ്മൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് എന്ന് കാണാൻ കഴിയും. മാധവ് ഗാഡ്ഗിലിന്റെ ഒരു പശ്ചിമഘട്ട കരാറ് നമുക്ക് പഠന റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതീവ പരിസ്ഥിതി ലോല പ്രദേശത്തിൽ ഉൾപ്പെട്ട വയനാട് പോലെയുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും വളരെ ആസൂത്രണത്തോടുകൂടി ശ്രദ്ധിച്ചു മാത്രമേ ചെയ്യാവൂ എന്ന് ആ മനുഷ്യൻ മുന്നറിയിപ്പ് നൽകിയിട്ടും നമ്മുടെ ആളുകൾ
ആളുകൾക്ക്, നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകൾക്ക്, അധികാരികൾക്ക് അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. സഹോദരങ്ങളെ, അവിടെയാണ് ഇപ്പോ ഈ പറയപ്പെട്ട മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം, ചൂരൽമല എന്ന് പറയുന്ന പ്രദേശം, വാട്ടർഫാൾസ് ഉള്ള ആ പ്രദേശമൊക്കെ തന്നെ, ഈ പ്രദേശമെല്ലാം അതീവ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. ഇന്നവിടെ ഏറ്റവും കൂടുതൽ റിസോർട്ടുകൾ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മരങ്ങൾ വെട്ടിമുറിക്കപ്പെട്ട പ്രദേശമാണ്. പാറക്കോറികൾ ധാരാളം പ്രവർത്തിക്കുന്ന പ്രദേശമാണ്. അപ്പൊ അത്തരത്തിലെല്ലാം ഒരു ടൂറിസ്റ്റ് മേഖലയായി, അതായത് വയനാടുകാരനായ ഒരു സഹോദരനുമായി സംസാരിക്കുമ്പോൾ വയനാടിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം അതിനെ ടൂറിസ്റ്റ് ഏരിയയാക്കി മാറ്റി, അതിനെ ഒരു കണക്കും കയ്യുമില്ലാത്ത നിലയിൽ ഇടപെടലുകൾ നടത്തി അതിന്റെ താളം തെറ്റിച്ചപ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതമായിട്ട് നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കും. അള്ളാഹുവിന് മാത്രമാണ് കൂടുതൽ അറിയുക. പക്ഷെ നമ്മുടെ വിലയിരുത്തലിൽ, നമ്മുടെ ഭൗതികമായ വിലയിരുത്തലിൽ, നമ്മൾ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ അങ്ങനെയും ഒരു വായന നമ്മുടെ മുമ്പിലുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഭൂമിയിൽ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും കുഴപ്പങ്ങൾ തലപൊക്കിയിരിക്കുന്നുണ്ട്. എന്തിന്റെ പേരിലാണ്? ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യരുടെ മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പരിണിതി എന്ന നിലയിലാണ് അത് സംഭവിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പൊ ആ അർത്ഥത്തില് നമ്മൾ അനുഭവിക്കുന്ന ആ ദുരന്തങ്ങളുടെയൊക്കെ ഉത്തരവാദികൾ മനുഷ്യർ തന്നെയാണ്. ആളുകൾ ദൈവം ഇതൊന്നും കാണുന്നില്ലേ, പടച്ചവൻ ഇതൊന്നും കാണുന്നില്ലേ, പടച്ചവൻ എന്തേ സഹായിക്കാത്തത്? ഒരു കുട്ടിയുടെ കമന്റ് വൈറലായി പറന്നു നടക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നിരീശ്വരവാദികൾ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പടച്ചവനുണ്ടെങ്കിൽ എന്താണ് ഇത് ചെയ്യാത്തത്? മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതുപോലെ ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണ്, ഇത് ദൈവ നിർമ്മിതമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ കരമില്ലെന്നോ ഉദ്ദേശമില്ലെന്നോ നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇത് മനുഷ്യൻ ക്ഷണിച്ചു വരുത്തിയ ദുരന്തമാണ് എന്നാണ് നമുക്ക് ഇതിന്റെ അർത്ഥതലങ്ങളെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, പടച്ച തമ്പുരാൻ ഇതൊക്കെ തന്നെ ഒന്നുകിൽ ഇതായിരിക്കാം അതിന്റെ യഥാർത്ഥ കാരണം. രഹസ്യങ്ങൾ അറിയുന്ന പടച്ചവന് മാത്രമേ ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്താണ് അതിന്റെ കാരണമെന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലമല്ല ഇത്. പണ്ട് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരുന്ന 23 വർഷക്കാലത്തെ ജീവിതത്തിലെ വ്യത്യസ്തമായ സംഭവ വികാസങ്ങളിൽ വിശുദ്ധ ഖുർആൻ അതേ സമയങ്ങളിൽ ഓരോരോ സന്ദർഭങ്ങളിൽ ഇറങ്ങിയിട്ട് അതിനെ വിശദീകരിക്കുകയും അതിന്റെ ഗുണപാഠങ്ങൾ ഓതി കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 23 വർഷക്കാലത്തെ ആയിരക്കണക്കിന് ജീവിത സന്ദർഭങ്ങൾ അത് തന്നെയാണ് പിൽക്കാലത്തും ആവർത്തിച്ച് വരാനുള്ള മാതൃകകൾ എന്ന നിലയിൽ ഇനി പുതിയ ഖുർആൻ ഇറങ്ങേണ്ടതില്ല. മറിച്ച് നമുക്ക് കാലികമായി അന്നിറങ്ങിയ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളെ ഇന്നത്തെ സംഭവങ്ങളുമായി ചേർത്ത് വായിച്ചുകൊണ്ട് പാഠങ്ങൾ പഠിക്കേണ്ട ബാധ്യത മാത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ നിരവധി പാഠഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഈ സംഭവങ്ങളെ പല രീതിയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. അതിലൊരു പ്രധാനപ്പെട്ട പാഠമാണ് പരിസ്ഥിതി ദുരന്തങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. പടച്ചവന്റെ ഈ ശുദ്ധമായ പ്രകൃതിയെ അന്യായമായി ചൂഷണം ചെയ്യുന്നു. ന്യായമായി മനുഷ്യന് മലകൾ ഇടിക്കാം, മനുഷ്യന് മരങ്ങൾ വെട്ടാം, മനുഷ്യനെ കുഴികൾ എടുക്കാം, മനുഷ്യന് ജലാശയങ്ങൾ ഉപയോഗപ്പെടുത്താം. ഇതൊക്കെ അള്ളാഹു അനുവദിച്ചു കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ്. പക്ഷേ മനുഷ്യന്റെ ആർത്തിയുടെ അടിസ്ഥാനത്തിൽ അന്യായമായി ചൂഷണം ചെയ്യുന്നു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന നിലയിലുള്ള ആ ചൂഷണങ്ങൾ അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ നാടിന് മാത്രമല്ല, വരും തലമുറയ്ക്ക് കൂടി ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ധാരാളം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവർക്ക് അധികാരം കിട്ടിയാൽ അവർ കൃഷി ഉൽപാദനങ്ങൾ നശിപ്പിക്കും. അതുപോലെ വംശാവലിയെ പുതിയ തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കി തീർക്കും. ആരോ പാടിയതുപോലെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് ചോദിച്ചതുപോലെ, ഒരു പാട്ടിൽ കേൾക്കുന്നത് പോലെ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ വസിക്കാൻ
സാധ്യമാകുമോ എന്ന് ചോദിക്കുന്നത് പോലുള്ള ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. അന്തരീക്ഷങ്ങൾ മുഴുവൻ മലിനമാക്കി തീർക്കുക, മരങ്ങളെ മുഴുവൻ വെട്ടി തകർത്ത് നശിപ്പിക്കുക, വീട് മുഴുവൻ മണ്ണിന്റെ സാന്നിധ്യമില്ലാതാക്കി ടൈൽസ് പാകി അല്ലെങ്കിൽ ഇന്റർലോക്ക് പാകി ജലത്തിന്റെ സഞ്ചാരഗതികളെ തടയുക, വലിയ വലിയ ജലപ്രവാഹങ്ങളെ തടഞ്ഞു നിർത്തുക, അവിടെയൊക്കെ വിഷം കലർത്തുക, മണ്ണും വെള്ളവും വായുവും എല്ലാം മലീമസമാക്കിയിട്ട് മനുഷ്യൻ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. എന്റെ മാർക്കറ്റ് ഇതൊക്കെ തന്നെ ലോകത്തെ മുഴുവനും മാർക്കറ്റാക്കി ബിസിനസ്സാക്കി കണ്ടുകൊണ്ട് മനുഷ്യൻ അന്യായമായി അവന്റെ ആർത്തിയും ദുരയും അഹങ്കാരവും പടുത്തുയർത്തുകയാണ് ലോകത്ത്. അങ്ങനെ പടച്ചവൻ അവനെ പാഠം പഠിപ്പിക്കുകയാണ്. ആദ്യ ഇറമ സമൂഹം ഈ ഭൂമിയിൽ വലിയ വലിയ മലകൾ തുരന്ന് പാറകൾ തുരന്ന് വീടുണ്ടാക്കി അഹങ്കരിച്ച് നടന്നപ്പോ പടച്ചവൻ അവരെ പാഠം പഠിപ്പിച്ച കഥകള് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. മലകൾ തുരക്കലും പാറകൾ പൊട്ടിക്കലും ന്യായമായിട്ടാവാം, പക്ഷെ അന്യായമായ ചൂഷണങ്ങൾ അത് പ്രകൃതിക്ക് ദോഷം ചെയ്യും, അത് സമൂഹത്തിനെ അപകടപ്പെടുത്തുമെന്ന സൂചനകള് ഖുർആനിൽ പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മുടെ പരിശുദ്ധ ഖുർആനിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വായനയാണ്, ഒരു പഠനമാണ്. എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും ആ പ്രദേശത്ത്, മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത്, അവിടെ ആ ഉൾപ്രദേശത്ത് നിന്നും ആ മലനിരയിൽ നിന്നും അവിടെ നിന്നും പൊട്ടി വന്ന ഉരുൾപൊട്ടല് ആ സഹോദരങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങിയതാണ്. 100-300 വീടുകളുള്ള ഒരു പ്രദേശം. ആ പ്രദേശത്തെ സഹോദരങ്ങൾ അധികവും 70% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം. അവര് കിടന്നുറങ്ങി. എത്രയോ സ്വപ്നങ്ങൾ അവർക്കുണ്ട്. മഴ പെയ്തുകൊണ്ടിരുന്നപ്പോ കുട്ടികൾ ആഗ്രഹിച്ചു നാളെ സ്കൂളിൽ പോകണ്ട, മദ്രസയിൽ പോകണ്ട. എന്തുമാത്രം സന്തോഷത്തിലാണ് അവർ കിടന്നുറങ്ങിയത്. നമസ്കരിച്ചവരും നമസ്കരിക്കാത്തവരും, അന്യായം ചെയ്തവരും ചെയ്യാത്തവരും ഒക്കെ ഉൾപ്പെട്ട ഒരു സമൂഹം. അവർ കിടന്നുറങ്ങി, അവരറിഞ്ഞില്ല അവരുടെ അവസാനത്തെ രാത്രിയാണിതെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ടല്ലോ വിശുദ്ധ ഖുർആനിൽ, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ അദാബ്, അവന്റെ ശിക്ഷ, അവന്റെ പരീക്ഷണം വരുന്നതിനെ പറ്റി അവർ നിർഭയരാണോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അവരറിഞ്ഞില്ല, അവർ കിടന്നുറങ്ങി. രാത്രി 1 മണി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും ഒരു ഉരുൾപൊട്ടലുണ്ടായി. പാഞ്ഞു വന്നു, വെള്ളവും പാറകളും മരങ്ങളുമായിട്ട് പാഞ്ഞു വരികയാണ്. അവരറിയുന്നില്ല. അവസാനം പുറത്ത് മരങ്ങളും പാറകളും വെള്ളവും ഒക്കെ വന്ന് തട്ടി ശല്യമുണ്ടാക്കിയപ്പോ കുറെ ആളുകൾ ഓടിപ്പിടഞ്ഞെഴുന്നേറ്റു. കുറെ ആളുകൾ മണ്ണിനടിയിലായി, കെട്ടിടങ്ങളുടെ അടിയിലായി. കുറെ പേർ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് കയറി, കുറെ പേർ തൊട്ടടുത്തുള്ള മലനിരയിലേക്ക് കയറി, ചെറിയ മൊട്ടക്കുന്നിന്റെ മുകളിലേക്ക് കയറി, കാട്ടിലേക്ക്. അങ്ങനെ അവിടെ നിന്നപ്പോ കുറെ പേര് ഈ പാവപ്പെട്ട മനുഷ്യരെ രക്ഷപ്പെടുത്താൻ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ നിരതരായി. രാത്രി വീണ്ടും മുന്നോട്ട് പോയി. 4 മണി കഴിഞ്ഞപ്പോ വീണ്ടും അടുത്ത ഉരുൾപൊട്ടലുണ്ടായി. വമ്പിച്ച ഉരുൾപൊട്ടൽ. ഒരു കെട്ടിടത്തിനേക്കാൾ വലിപ്പമുള്ള പാറകളൊക്കെ വളരെ പഞ്ഞി പോലെ പറന്നു വന്നവരുടെ വീട്ടിന്റെ മുകളിലേക്ക് പതിക്കുന്നു. വെള്ളം ഒഴുക്കിക്കൊണ്ടുവരുന്നു. അങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങളിൽ അടിയിൽ 100 ആളുകൾ അകപ്പെട്ടു. വെള്ളം ഒഴുകി അവിടെ നിന്നും. അങ്ങനെ ആ വെള്ളം ഒഴുകി രാവിലെ 6 മണി 7 മണിയാകുമ്പോ 90 കിലോമീറ്റർ അകലെയുള്ള പോത്തുകല്ലിലേക്ക്, മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലിലെ നദിയിൽ ഒഴുകി നടക്കുന്ന മാംസകഷ്ണങ്ങൾ, ശരീരത്തിന്റെ വേർപെട്ട കൈകളും തലകളുമായി ഓടി നടക്കുന്ന കാഴ്ച എത്ര ദയനീയമായിരുന്നു സഹോദരങ്ങളെ. എത്രയോ മനുഷ്യരാണ്, ഒരുപാട് സ്വപ്നങ്ങളാണ് ഒഴുക്കെടുത്തു പോയത്. ഒരുപാട് കുഞ്ഞു മക്കളാണ് ഒഴുക്കെടുത്തു പോയത്. ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരുമാണ് ഒഴുക്കെടുത്തു പോയത്. അവരുടെ വേദനയിൽ നമുക്കും വേദന ഉണ്ടാകണം, നമ്മുടെയും ചങ്ക് പിടയണം. അവർക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, ഇതെന്താണ് പടച്ചവൻ? ആ കുട്ടി ചോദിച്ചതുപോലെ ഇതൊന്നും പടച്ചവൻ കാണുന്നില്ലേ? പടച്ചവൻ എന്താണ് ഇങ്ങനെ ഇതൊന്നും തടുത്തു നിർത്താത്തത്? നിരപരാധികളായ കൊച്ചുകുട്ടികള്, ഒന്നും അറിയാത്തവർ, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് പടച്ചവന്റെ ശിക്ഷയാണോ? പടച്ചവന്റെ ശിക്ഷയാണെന്ന് നമുക്ക് പറയാനാവില്ല സഹോദരങ്ങളെ. ഇത് പടച്ചവന്റെ പരീക്ഷണമാണ്. പടച്ചവന്റെ ശിക്ഷയാണ് ഇറങ്ങേണ്ടതെങ്കിൽ അതങ്ങ് ഇസ്രായേലിന്റെ തലമണ്ടയ്ക്ക് ഇറങ്ങേണ്ടതാണ്. ഇസ്രായേലിലെ ജൂത കിങ്കരന്മാരുടെ കിരാതമായ നടപടികൾക്കെതിരെ അതിറങ്ങേണ്ടതാണ്.
അതല്ലെങ്കിൽ ഈ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കി മനുഷ്യരെ കൊന്നു തിന്നുന്ന കലാപകാരികളായ അക്രമികൾക്ക് മണ്ടയിലേക്ക് പതിക്കേണ്ടതാണ്. പടച്ചവന്റെ ശിക്ഷയല്ല, ഇത് പരീക്ഷണമാണ്. ഇത് പരീക്ഷണമാണ് പടച്ചവന്റെ. ആ പരീക്ഷണം എന്ന അർത്ഥത്തിൽ അതിനെ നമ്മൾ നോക്കിക്കാണുന്നു. അല്ലാഹു തആല അവന്റെ ഭൂമിയിൽ അവൻ നമുക്ക് സുരക്ഷ നൽകിയിരിക്കുകയാണ്. അതിന്റെ സന്ദേശം എന്താണ്? സുരക്ഷ നൽകിയിരിക്കുന്നുണ്ടെങ്കിൽ പടച്ചവന്റെ സുരക്ഷയല്ലാത്ത ഒരു സുരക്ഷ ആർക്കുമില്ല എന്നാണ്. നമ്മൾ സുരക്ഷിതത്വം ഉണ്ടാകാൻ, മഴയിൽ നിന്ന് രക്ഷ നേടാൻ, അതുപോലെ മഴയിൽ നിന്ന് രക്ഷ നേടാൻ, വെയിലിൽ നിന്ന് രക്ഷ നേടാൻ, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, കള്ളന്മാരിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല സുരക്ഷിതമായ നിലയിൽ വീടുണ്ടാക്കി സുഭദ്രമായി, ഏറ്റവും നല്ല ഡോറും ഏറ്റവും നല്ല നിലയിൽ ഭദ്രമായി അടച്ചുറപ്പുള്ള വീട്ടിന്റെ അകത്ത് നിർഭയമായി കിടന്നുറങ്ങുമ്പോ പടച്ചവൻ പറയുന്നത് എന്താണ്? നിങ്ങൾ അങ്ങനെ കിടന്നുറങ്ങിയാൽ അല്ലാഹ് സുരക്ഷിതത്വം നൽകാത്തിടത്തോളം വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ കെട്ടിയുയർത്തിയ അതിസുദൃഢമായ കൊട്ടാരങ്ങൾക്കകത്ത് വസിച്ചാലും ശരി തന്നെ നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും എന്നാണ്. ആരും സുരക്ഷിതരല്ല. വഹുവൽ ഖാഹിറു ഫൗക ഇബാദി, അടിമകൾക്കുമേൽ അധികാരി, പരമാധികാരി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വയുർസിലു അലൈക്കും ഹഫളതൻ, അല്ലാഹു നിങ്ങൾക്ക് സംരക്ഷണത്തിന്റെ മാലാഖമാരെ പറഞ്ഞയച്ച് ജീവിതം സുരക്ഷിതമാക്കുന്നു. ഇദാ ജാഅഹദുകുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം വന്നു പെടുമ്പോ തവഫത്തുഹു റുസുലനാ, നമ്മുടെ വേറെ ചില മലക്കുകൾ നിങ്ങളുടെ റൂഹുകൾ ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. വഹും ലാ യുഫരിത്തൂൻ, ആ മലക്കുകൾ സമയമെത്തിയാൽ അതിൽ ഒരു വീഴ്ചയും വരുത്തില്ല. പടച്ചവൻ ഏർപ്പെടുത്തിയത് തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കി വെച്ച ദുരന്തമാണെങ്കിലും അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഇന്നത് സംഭവിക്കുക എന്നത് അള്ളാഹുവിന്റെ തഖ്ദീറാണ്. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഇടപെടുകയായിരുന്നു. നമ്മൾ വരുത്തി വെച്ച ദുരന്തം, ആ ദുരന്തത്തിന്റെ കാരണങ്ങൾ ഒത്തുചേരുമ്പോ പടച്ചവൻ അത് സംഭവിക്കട്ടെ എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ പാഠങ്ങളുണ്ട്. നമ്മൾ ആരും സുരക്ഷിതരല്ല. അള്ളാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹ് തന്ന സുരക്ഷിതത്വമല്ലാത്ത ഒന്നും നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ സുരക്ഷിതനാണ്. എന്റെ ആരോഗ്യം, എന്റെ വീട്, എന്റെ സാമ്പത്തിക ഭദ്രത, എന്റെ ഭാര്യയും മക്കളും, ഞാൻ ഭദ്രമായ ജീവിതം, ഞാൻ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് സ്വസ്ഥമായി, സുരക്ഷിതമായി, നിർഭയമായി മുമ്പോട്ട് പോകാം എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇല്ല സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ മേലധികാരി. അവൻ സുരക്ഷിതത്വം തന്നാലല്ലാതെ നമുക്ക് സുരക്ഷയുണ്ടാവുകയില്ല. പരിശുദ്ധ ഖുർആൻ ധാരാളമായി അക്കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വെറുതെ അവർക്ക് സ്വർഗം കിട്ടുകയില്ല. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രളയത്തിൽ മരണപ്പെട്ടവർ മുഴുവനും രക്തസാക്ഷികളാണ്. മുഅ്മിനീങ്ങളായിരുന്നെങ്കിൽ അവർ രക്തസാക്ഷികളാണ്, അവർ ശുഹദാക്കളാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും, നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ പൂർവികർ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതവും പട്ടിണിയും പീഡനങ്ങളും ജീവനഷ്ടവും ഇതൊന്നും അനുഭവിക്കാതെ വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? എത്രത്തോളം എന്നാൽ അല്ലാഹുവിന്റെ റസൂലും സഹാബാക്കളും ഉൾപ്പെടെ അല്ലാഹുവിന്റെ റസൂലും സഹാബാക്കളും വിറപ്പിക്കപ്പെട്ടു. അവർ വിളിച്ചു ചോദിച്ചു, ഇനി എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം? ആ കുട്ടി ചോദിച്ചു, എന്തേ പടച്ചവൻ സഹായിക്കാത്തത് എന്ന്. സഹോദരങ്ങളെ, പ്രവാചകൻ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം, എന്തേ അല്ലാഹു സഹായിക്കാത്തത്, ഇനി എപ്പോഴാണ് സഹായം എന്ന്. അല്ലാഹ് പറഞ്ഞു, അവസാനം അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം അവസാനമേ എത്തുകയുള്ളൂ. മാത്രമല്ല ആ മാർഗത്തിലൂടെ ത്യാഗത്തിന്റെ, നഷ്ടത്തിന്റെ, പീഡനത്തിന്റെ, രോഗത്തിന്റെ, മരണത്തിന്റെ, വേർപാടിന്റെ, വീടുകളുടെ നഷ്ടങ്ങളുടെ ഒക്കെ അവസ്ഥകൾ ഉണ്ടാകാതെ നിങ്ങൾക്ക് സ്വർഗം വെറുതെ അങ്ങ് കിട്ടുമെന്ന് നിങ്ങൾ കരുതിയോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വീടുകൾ നഷ്ടപ്പെട്ട് നെഞ്ചുപൊട്ടി നിലവിളിക്കുന്നവരെ നിങ്ങൾ നെഞ്ചുപൊട്ടി നിലവിളിക്കേണ്ട. അവർ സ്വർഗത്തിലേക്ക്, അവർ മുഅ്മിനീങ്ങളായിരുന്നെങ്കിൽ
സ്വർഗത്തിലേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിലേക്കുള്ള വിലയാണ് ഇവരുടെ ഈ നഷ്ടങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അവരെല്ലാം സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവർക്ക് ഷഹാദത്തിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണമാണ്. ഇവൻ ഇറങ്ങി ഇവരെയൊക്കെ സഹായിക്കുമോ, ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമോ എന്ന ഒരു പരീക്ഷണമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ പ്രതികരണം എന്താണെന്ന് നോക്കി നിൽക്കുകയാണ്. അങ്ങെവിടെയോ എനിക്കല്ലല്ലോ, അങ്ങെവിടെയോ കുറച്ച് മനുഷ്യന്മാര് അവരങ്ങനെ മരിച്ചുപോയി, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ലാതെ എന്നൊക്കെ പറഞ്ഞ് ഒഴികഴിവുകൾ നൽകി ഒഴിഞ്ഞു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അപകടമാണ്. ഇത് നമുക്ക് സംഭവിച്ചതാണ്, എനിക്ക് സ്വന്തം എന്റെ കുടുംബത്തിൽ സംഭവിച്ചതാണെന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. വിശുദ്ധ ഖുർആൻ ചോദിച്ചല്ലോ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. നിങ്ങൾ കണ്ടോ, മതത്തിനെ നിഷേധിക്കുന്നവരെ കണ്ടോ, അവൻ ആരാണെന്നറിയുമോ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. അനാഥരായ മക്കളെ, ഉമ്മ നഷ്ടപ്പെട്ട് വാപ്പ നഷ്ടപ്പെട്ട് തെരുവിലയുന്ന അനാഥ മക്കള്, വിധവകള്, ഒന്നുമില്ലാതെ നിരാലംബരായി പോയ മക്കൾ, ആളുകള്, ഇവരെയൊക്കെ കണ്ടിട്ട് അവരെയൊക്കെ തള്ളിക്കളയുന്നവരാണ്. വലാ യഹ്ദു അലാ തആമിൽ മിസ്കീൻ. എല്ലാം നഷ്ടപ്പെട്ട സാധുക്കളായ ആളുകൾക്ക് അന്നം നൽകാൻ പ്രേരിപ്പിക്കാത്തവരാണ് അവർ. അവരാണ് ഏറ്റവും വലിയ ദീനിനെ നിഷേധിച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഇന്ന് വയനാടിന്റെ പ്രദേശങ്ങളിലെ മുസ്ലിം സംഘടനകളെ, വ്യത്യസ്തമായ മുസ്ലിം സംഘടനകളുടെ നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ജീവൻ പണയപ്പെടുത്തി ഇന്ത്യൻ പട്ടാളം എത്തുന്നതിന് മുമ്പേ ഇന്ത്യയുടെ പോലീസും കേന്ദ്ര സംസ്ഥാന സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് മുമ്പേ പാതിരാത്രിയിൽ തന്നെ അവരവരുടേതായ യൂണിഫോമുകൾ ധരിച്ചുകൊണ്ട് വോളണ്ടിയർമാര് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ അവിടെ ജീവൻ അർപ്പിച്ചുകൊണ്ട് പണിയെടുക്കുന്ന നയന മനോഹരമായ കാഴ്ച നമ്മൾ വയനാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. മയ്യത്തുകൾ എടുക്കുന്നതിന് ഊണും ഉറക്കവും നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് അലച്ചു വരുന്ന ആ തിരമാലകളിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് ജീവൻ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപകടകരമായ പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന നിലയിൽ മറ്റവന്റെ രക്ഷയാണ് എന്റെ രക്ഷ എന്ന വിചാരത്തിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഇവിടെ ഇസ്ലാമിനെ മനുഷ്യത്വം പഠിപ്പിക്കാൻ വരുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. എവിടെ നിങ്ങളുടെ രക്ഷാപ്രവർത്തകർ എന്ന് ചോദിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. മതത്തിനെ നിഷേധിച്ച്, ദൈവത്തെ നിഷേധിച്ച്, ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ്, മുസ്ലിങ്ങളെ ഭീകരന്മാരാക്കി അവരെയൊക്കെ ഏറ്റവും വലിയ ബഹിഷ്കൃതരാക്കപ്പെടുന്ന അവസ്ഥയില് അവരെയൊക്കെ പാർശ്വവൽക്കരിച്ച് പിശാചുവൽക്കരിച്ച് നടക്കുന്നവരുടെ ആ പാർട്ടി നേതാക്കന്മാരുണ്ടല്ലോ, അവരുടെയൊക്കെ ആളുകൾ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരികയാണ്. സഹോദരങ്ങളെ, ജാതി മതഭേദമന്യേ എല്ലാവരും അവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ നോക്കൂ, അവിടുത്തെ ഈ പറയപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങളെ ഐക്യത്തോടെ അവരവരുടെ യൂണിഫോം അണിഞ്ഞുകൊണ്ട് ആ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ, അത് വയനാട്ടില് മാത്രമല്ല, സുനാമി തിരമാലകൾ കേരളത്തെ വിഴുങ്ങിയപ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ജലപ്രളയം കേരളത്തെയും തമിഴ്നാടിനെയും വിഴുങ്ങുമ്പോഴും അവർ അവിടെയുണ്ട്. അതേപോലെ മധുരയിലും അങ്ങ് ആസാമിലും വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങൾ എന്നും മറ്റുള്ളവന്റെ ജാതിയും മതവും നോക്കാതെ മനുഷ്യനാണെങ്കിൽ അവനെ രക്ഷിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന, ജീവൻ പണയപ്പെടുത്തുന്ന കാഴ്ച ലോകത്ത് ഈ സമൂഹത്തിനല്ലാതെ ഇത്ര മാതൃകാപരമായി കാഴ്ചവെക്കാൻ മറ്റാർക്കെങ്കിലും സാധ്യമാകുമോ എന്ന വെല്ലുവിളി കൂടി ഈ ഇസ്ലാമിനെ പഴി പറയുന്നവരുടെ മുമ്പിൽ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുകയാണ്. സഹോദരങ്ങളെ, ആർത്ഥത്തിൽ അള്ളാഹു നമുക്ക് വെച്ചൊരു പരീക്ഷണം കൂടിയാണിത്, ബാക്കി കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നവർക്ക്. അതുകൊണ്ട് നമ്മൾ അതേപോലെ അതിന് ഇരയായിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഉറ്റവരും ഉടയവരും അവർ ക്ഷമിക്കുമോ, പടച്ചവനെ ഓർത്ത് സഹിക്കുമോ എന്ന് അല്ലാഹു പരീക്ഷിക്കുകയാണ്. സ്വന്തം മാതാവ്, പിതാവ്, മക്കൾ, കുടുംബം, അധ്വാനിച്ചത് എല്ലാം നഷ്ടപ്പെട്ടവർ, അവരൊക്കെ ഇതൊക്കെ സഹിക്കുമോ എന്നുള്ള നോക്കി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ റബ്ബിൽ നിന്നുള്ള സമാധാനവും ശാന്തിയും കാരുണ്യവും അല്ലാഹു വർഷിക്കും. എല്ലാം കടിച്ചടക്കി പല്ലിറുകെ കടിച്ചു പിടിച്ച് എല്ലാം റബ്ബിനെ ഓർത്ത് സഹിച്ച് പുഞ്ചിരിയോടെ മുമ്പോട്ട് പോകുന്ന സഹോദരങ്ങൾ,
അവരാണ് നേർമാർഗികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ലോകം നശ്വരമാണ്, നാളെ പരലോകത്ത് ജീവിക്കാനുള്ളവരാണ്. ഈ ഒരു വലിയ പരീക്ഷണം നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. എല്ലാം കെട്ടിപ്പൂട്ടി വെച്ചു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു തആല ഭൂമിയെ സൃഷ്ടിച്ചപ്പോ അത് ഇളകാൻ തുടങ്ങി. ഹദീസിൽ കാണാം, ഇളകാൻ തുടങ്ങി. അവൻ മലകളെ സൃഷ്ടിച്ചു, ഭൂമി സന്തുലിതമായി അടക്കം വന്നു. മലക്കുകൾ അത്ഭുതപ്പെട്ടു, ചോദിച്ചു, അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളിൽ ഇതിനേക്കാൾ വലിയ സൃഷ്ടികളുണ്ടോ? പർവ്വതത്തെക്കാൾ ഉണ്ട്. അല്ലാഹു പറഞ്ഞു അത്രേ, അതെന്താണ്? അത് ഇരുമ്പാണ്, മലകളെയും ഇടിച്ചു നിരത്താൻ പറ്റും. ഇരുമ്പിനേക്കാൾ വലിയ ശക്തിയുണ്ടോ? ഉണ്ട്. അതെന്താണ്? അത് തീയാണ്, ഇരുമ്പിനെ ഉരുക്കി മാറ്റും. തീയേക്കാൾ വലിയ ശക്തിയുണ്ടോ നിന്റെ സൃഷ്ടിയിൽ പടച്ചവനെ? ഉണ്ട്. അത് വെള്ളമാണ്, വെള്ളം എല്ലാം നശിപ്പിച്ചു കളയും. വെള്ളത്തെക്കാൾ വലിയ ശക്തിയുണ്ടോ? കാറ്റാണ്, കാറ്റിനെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്, വെള്ളത്തെ, മഴയെ അടിച്ചു മാറ്റാൻ കഴിയും. അതിനേക്കാളും വലിയ ശക്തിയുണ്ടോ? ഉണ്ട്. എന്റെ ദാസ, അതേതാണെന്ന് അറിയുമോ? ഒരു മനുഷ്യൻ അവന്റെ ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് ചെയ്യുന്ന സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഈ ചുരുണ്ടുവന്ന കെട്ടിടങ്ങൾക്ക് സമാനമായ പർവ്വതങ്ങളുടെ ഈ പാറക്കൂട്ടങ്ങളെക്കാൾ, ഈ മലനിരകളെക്കാൾ ആർത്തലച്ച് മനുഷ്യരെ മുഴുവൻ നശിപ്പിച്ചൊടുക്കിയ ഈ ജലപ്രളയത്തെക്കാൾ അങ്ങേയറ്റം ശക്തമാണ് നമ്മുടെ മനസ്സിൽ അല്ലാഹു നിക്ഷേപിച്ചിരിക്കുന്ന ശക്തി. അതിനെ എല്ലാത്തിനെയും നമുക്ക് തണുപ്പിക്കാനും ശമിപ്പിക്കാനും കഴിയും. നിന്റെ ഇടം കൈ അറിയാതെ വലത് കൈ കൊണ്ട് ദാനം ചെയ്യൂ, എല്ലാം നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി. അതോടൊപ്പം അല്ലാഹുവിന്റെ ഈ പള്ളിക്ക് വേണ്ടി നാം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നും കെട്ടിപ്പൂട്ടി വെച്ച് ആരും ഖബറിലേക്ക് കൊണ്ടുപോകില്ല. എല്ലാം നഷ്ടപ്പെട്ടവർ വെറും കൈയോടെ നിൽക്കുന്നു അഭയാർത്ഥി ക്യാമ്പിൽ. സർട്ടിഫിക്കറ്റും ഐഡന്റിറ്റിയും എല്ലാം നഷ്ടപ്പെട്ടു, സമ്പാദിച്ചത് മുഴുവൻ നഷ്ടപ്പെട്ടു. ആകാശത്തേക്ക് നോക്കി യാ റബ്ബ് യാ റബ്ബ്, എന്റെ രക്ഷക, എന്റെ പടച്ചവനെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഞാനാണെന്ന് ചിന്തിക്കും. എന്റെ എല്ലാം പടച്ചവൻ തിരിച്ചെടുത്താൽ എന്താണ് അവസ്ഥ? സഹോദരങ്ങളെ, പടച്ചവന് വേണ്ടി കൊടുക്കും, പടച്ചവന് വേണ്ടി പടപ്പുകളെ സഹായിക്കും. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഒരു വലിയ ദുഃഖവാർത്ത കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഫലസ്തീനിന്റെ ഹറക്കത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ, ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിന്റെ ഹമാസിന്റെ തലവനും ഫലസ്തീന്റെ മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇസ്മായിൽ ഹനിയ ഇറാനിലെ സന്ദർശന വേളയിൽ അദ്ദേഹത്തെ ജൂത കിങ്കരന്മാർ, സയനിസ്റ്റ് പട്ടാളം അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം മുഹമ്മദ് ലൈഫ് എന്ന് പറയുന്ന ഹമാസിന്റെ മറ്റൊരു തലവനെയും അടുത്ത ദിവസം അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയുടെ മോചനത്തിന് വേണ്ടി കല്ലും കവണയും കൊണ്ട് പോരാടി ഇപ്പോൾ കൈ നിർമ്മിതമായിട്ടുള്ള ചെറിയ ഉപകരണങ്ങൾ കൊണ്ട് മാത്രം ചേർത്ത് നിൽക്കുന്ന ഈമാൻ കൊണ്ട് പൊരുതുന്ന സഹോദരങ്ങൾ, അറബ് ലോകം മുഴുവൻ അവരെ ഒറ്റപ്പെടുത്തിയിട്ടും അവരെ സഹായിക്കാതായിട്ടും അവരെ അല്ലാഹു കൈവിടുന്നില്ല. അവിടെ ഈമാൻ സ്ഫുരിക്കുകയാണ്. ഞങ്ങളുടെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടാലും, ഞങ്ങളുടെ ഭാര്യ മക്കൾ കൊല്ലപ്പെട്ടാലും അല്ലാഹു ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമ്മൾ ഓരോരുത്തരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു അവരെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുരന്തബാധിതരായ സഹോദരങ്ങളെ മുഴുവൻ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മോചിപ്പിക്കട്ടെ. അല്ലാഹുവേ, നീ അവരെ സഹായിക്കണേ. അല്ലാഹ് പടച്ചവനെ, അവർക്ക് എല്ലാവിധ ആഫിയത്തും നൽകണേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് ഷഹാദത്തിന്റെ പ്രതിഫലം നൽകണേ അല്ലാഹുവേ. അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ, അവർ ജീവിച്ചിരിക്കുന്നവർ, പരിക്കേറ്റവർക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ആരോഗ്യം വീണ്ടെടുത്ത് നൽകണേ റഹ്മാനെ. യാ അല്ലാഹ്, അവരുടെ വീടും പാർപ്പിടവും അവിടെ മറ്റ് സാധന സാമഗ്രികളും സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ടവർക്ക് അതെല്ലാം നീ തിരിച്ചു നൽകണേ റഹ്മാനെ. പടച്ചവനെ, അവർക്ക് പരിപൂർണമായ ക്ഷമ നൽകണേ റഹ്മാനെ. രക്ഷാപ്രവർത്തനം നൽകുന്നവർക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം നൽകണേ റഹ്മാനെ. അവരെയും അവരുടെ കുടുംബത്തെയും നീ സംരക്ഷിക്കണേ റഹ്മാനെ. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉയർന്ന പ്രതിഫലം നൽകണേ റഹ്മാനെ. പടച്ചവനെ,
ഇസ്മായിൽ ഹനിയ, അല്ലാഹുവേ അതുപോലെ മുഹമ്മദ് ലൈഫ് തുടങ്ങിയിട്ടുള്ള ആയിരക്കണക്കിന് വരുന്ന മുസ്ലിം സഹോദരീ സഹോദരന്മാർ, അവർക്ക് നീ ഷഹാദത്തിന്റെ പ്രതിഫലം നൽകണേ റഹ്മാനെ. അവരെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അവരെ നശിപ്പിക്കുന്ന ശക്തികളെ നീ തകർത്ത് കളയണേ പടച്ചവനെ. മസ്ജിദുൽ അഖ്സയും ഫലസ്തീനും എത്രയും വേഗം തിരിച്ചു നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി സഹായിക്കുന്നവരെ മുഴുവനും നീ സഹായിക്കണേ റഹ്മാനെ. പടച്ചവനെ, എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റബ്ബേ. ഞങ്ങൾക്ക് നീ സുരക്ഷിതത്വം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ റഹ്മാനെ. ഞങ്ങളുടെ രോഗികൾക്ക് പൂർണ്ണമായ ശിഫ നൽകണേ റഹ്മാനെ. ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകണേ റബ്ബേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت